ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ. ഞാനിങ്ങനെ കിടന്നിട്ട് ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. സംഭവത്തിൻ്റെ പേരാണ് ഗാർലിക് എഗ് റൈസ് അഥവാ വെളുത്തുള്ളി മുട്ടച്ചോറ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് സ്കിപ്പാവും. ഇതിൽ മെയിൻ പാർട്ടായിട്ടുള്ള നമ്മൾ അരി ആഡ് ചെയ്ത് കൊടുക്കുന്ന പാർട്ട് ഉണ്ടല്ലോ, അത് ഞാൻ വിട്ടുപോയി. നമ്മൾ ഈ അരിയായിട്ട് ഉപയോഗിക്കണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ബസ്മതി അരി ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണതാണ് കേട്ടോ. ബോയിൽ ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് വരാം. ആദ്യം തന്നെ വെളുത്തുള്ളി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് സുർക്കം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഈ ചതക്കണ കല്ലിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് കേട്ടോ ഒന്ന് ചതച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അടുത്ത് വേണ്ടത് ഉള്ളിയാണ്. ഉള്ളി മുറിച്ചപ്പോൾ ഉള്ളിത്തണ്ടും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടി ഞാൻ അതിൽ കണ്ട് ആഡ് ചെയ്തിട്ട് എന്തിനാ വെറുതെ വെച്ചിട്ട് അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയിലം കൂടി ഉണ്ടായിരുന്നു, അതും കൂടി അരിഞ്ഞു കിട്ടും. മല്ലിയിലത്തിൽ വേറെ ടേസ്റ്റ് കിട്ടും മക്കളെ, അതെന്തായാലും ഇടണം. എന്നിട്ട് നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. വാട്ടിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതിൻ്റെ കുറച്ച് കരിഞ്ഞും കൂടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ വെളുത്തുള്ളിൻ്റെ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടേണ്ടത് കേട്ടോ. അരിയിൽ ഉപ്പിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. എനിക്ക് കുറച്ച് ഉപ്പ് അധികമായി, എന്നിട്ട് ഞാൻ ആ ഉപ്പ് പകുതി എടുത്തിട്ട് കളഞ്ഞിട്ടാണ് ബാക്കി മിക്സ് ചെയ്തത്. പിന്നെ കുറച്ച് കുരുമുളകും പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കിതിലേക്ക് എത്ര മുട്ടയാണ് ആവശ്യമുള്ളത് ആ മുട്ട കൂടി പൊട്ടിച്ച് വയ്ക്കണം കേട്ടോ. മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇളക്കാൻ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം വലിയ പീസായിട്ട് കിട്ടും, അത് വേറെ ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ ഇതിലോട്ടേക്ക് അരി ആഡ് ചെയ്യണം. ആ ഒരു ഭാഗം എൻ്റെ അടുത്ത് സ്കിപ്പായി പോയിട്ടോ. പക്ഷേ സംഭവം ഉഷാറായിരുന്നു. ഞാനൊരു മുട്ട പുഴുങ്ങിയതും അച്ചാറൊക്കെ വെച്ച് കഴിച്ചു. സംഭവം അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് കമൻറ്റ് ആക്കുക.